ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ശേഷം നമ്മുടെ നാട്ടിലെ ഹമാസ് പ്രേമികൾ പൊതുവിലും ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രത്യേകിച്ചും വളരെ ഖിന്നരാണ്. യുദ്ധം ഇപ്പോൾ ജയിക്കും, നാളെ ജയിക്കും, മറ്റന്നാൾ ജയിക്കും, അമേരിക്കയും ഖത്തർ ഇടപെട്ട് സമാധാനം സ്ഥാപിക്കും, പുഴ മുതൽ കടൽ വരെ മൊത്തം സ്ഥലവും ഫലസ്തീന് സ്വന്തമായി കിട്ടും എന്നൊക്കെ ഇവരുടെ പത്രം വഴിക്കും TV ചാനൽ വഴിക്കും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്രയും ദാരുണമായൊരു കൊലപാതകം അതും ടെഹ്റാനിൽ വെച്ച് നടക്കുന്നത്. ടെഹ്റാൻ എന്ന് പറയുന്നത് ഇറാൻ്റെ തലസ്ഥാനമാണ്. ഈ ഹമാസിനോട് ഇപ്പോഴും കൂറ് വച്ച് പുലർത്തുന്ന ഏതെങ്കിലും രാജ്യം ലോകത്തുണ്ടെങ്കിൽ അത് ഇറാനാണ്. അങ്ങനെയുള്ള ഇറാൻ്റെ തലസ്ഥാനത്ത് വെച്ച് ഈ ഹമാസിൻ്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു തിരിച്ചടി വേറെ കിട്ടാനില്ല. പക്ഷേ ഈ മീഡിയ വൺ ചാനലിലെ ബുദ്ധിജീവികൾ പറയുന്നത് ഇസ്രായേൽ തോറ്റതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ ഹനിയയെ കൊലപ്പെടുത്തിയത് എന്നാണ്. അതെങ്ങനെയാണെന്ന് ചോദിക്കരുത്, നമ്മുടെ റീസണിങ് അല്ല, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ റീസണിങ്. അവരുടെ യുക്തി ശരീരത്തിൻ്റെ വേറെ ഏതോ ഭാഗത്താണ് ഇരിക്കുന്നത്, നമ്മുടെയൊക്കെ തലയിലാണ്, തലച്ചോറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ ബുദ്ധിയും അവരുടെ യുക്തിയും അവരുടെ കുതർക്ക വൈഭവവും മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റുകയില്ല. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ അവർ ദുഃഖിതരാണ്, ഖിന്നരാണ്. ഇസ്മായിൽ ഹനിയയുടെ മരണം, അതും ദാരുണ മരണം, കൊലപാതകം, പോരാട്ടത്തെ ശക്തിപ്പെടുത്തും എന്നൊക്കെ പറയുമ്പോഴും അവരുടെ മുഖത്ത് യാതൊരു തെളിച്ചവുമില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അടുപ്പൂട്ടി ചർച്ച ശ്രദ്ധിക്കരുത്. ഇനി ഇറാൻ എന്തെങ്കിലും ചെയ്യും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. അവർ ആദ്യകാലത്ത് വിചാരിച്ചത് സൗദി അറേബ്യ എന്തെങ്കിലും ചെയ്യും, ഈജിപ്റ്റ് എന്തെങ്കിലും ചെയ്യും, ജോർഡാൻ എന്തെങ്കിലും ചെയ്യും, സിറിയ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ യമൻ എന്തെങ്കിലും ചെയ്യും, അതുമല്ലെങ്കിൽ ഇറാഖ് എന്തെങ്കിലും ചെയ്യും എന്നൊക്കെയാണ്. പിന്നീട് തുർക്കി എന്തെങ്കിലും ചെയ്യും എന്ന് വിചാരിച്ചു. തുർക്കിയിലെ ഉർദുഗാൻ വലിയ വായിൽ വർത്തമാനം പറയും എന്നല്ലാതെ കൊണ്ട് പുള്ളി 5 നയ പൈസയുടെ ഉപകാരം ആർക്കും ചെയ്യുകയില്ല. പുള്ളിയുടെ കുടുംബക്കാർക്ക് വേണ്ടി ചെയ്യും, വേറെ ആർക്കും വേണ്ടി ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ആ സ്വപ്നവും പൊലിഞ്ഞു. പിന്നെ വന്നിട്ട് പോയിട്ടും എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഇവിടെ വലിയ സാമ്പത്തിക കുഴപ്പത്തിൽപ്പെട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. പാകിസ്ഥാനിലേക്കുള്ള അമേരിക്കൻ സഹായം പോലും വല്ലാതെ കുറഞ്ഞിരിക്കും. പാകിസ്ഥാൻ്റെ കഴുത്ത് ഇപ്പോൾ ചൈനയുടെ കക്ഷത്തിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ബംഗ്ലാദേശോ ഇന്തോനേഷ്യയോ മലേഷ്യയോ ആരെങ്കിലും സഹായിക്കണം. ഇവരാരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അവർക്ക് ഈ കാര്യത്തിൽ അഭിപ്രായം തന്നെയില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ വന്നിട്ട് പോയിട്ടും ആകെ എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ പ്രാപ്തിയുള്ള മനസ്സുള്ള ഒരേ ഒരു രാജ്യം ഈ ഷിയാക്കളുടെ ജന്മഭൂമിയായ ഇറാനാണ്. ഇറാനോട് മതപരമായിട്ട് മൗദൂദികൾക്ക് വലിയ എതിർപ്പുണ്ട്, സാമുദായികമായിട്ട് എതിർപ്പുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇന്നിപ്പോൾ വേറെ യാതൊരു ആശ്രയവുമില്ല. അതുകൊണ്ടാണ് ഹിസ്ബുള്ള എന്തെങ്കിലും ചെയ്യും, ഹൂതികൾ എന്തെങ്കിലും ചെയ്യും, ഒന്നുമില്ലെങ്കിൽ ഇറാൻ എന്തെങ്കിലും ചെയ്യും എന്ന് കരുതി ഇവർ സമാധാനിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയാണ് ഇറാൻ ഇവിടെ കഴിഞ്ഞ വിഷുവിൻ്റെ അന്ന് രാവിലെ ഈ ലാത്തിരി പൂത്തിരി കമ്പിത്തിരിയൊക്കെ കത്തിച്ചപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അതുകൊണ്ട് ആർക്കും ദോഷമൊന്നും സംഭവിച്ചില്ല. ഇറാൻ്റെ കയ്യിൽ ലാത്തിരിയും പൂത്തിരിയും കമ്പിത്തിരിയും ഉണ്ടെന്ന് മനസ്സിലായി എന്നുള്ളതിനപ്പുറത്ത് സൈനികമായിട്ട് എന്തെങ്കിലും ക്ഷതം ഏൽപ്പിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഒന്നുമില്ലാത്തേക്കാൾ ഭേദമാണല്ലോ ലാത്തിരി പൂത്തിരി കമ്പിത്തിരി എന്ന് കരുതി അവർ സമാധാനിച്ചു. അതിൻ്റെ പിന്നാലെയാണ് ഇറാൻ്റെ ആണവശാസ്ത്രജ്ഞനെ കഴിഞ്ഞ കൊല്ലം തന്നെ വധിച്ചിരുന്നു. പിന്നീട് ഹിസ്ബുള്ളയുടെ കമാൻഡർ വധിച്ചു. ഇറാൻ്റെ പ്രസിഡൻറ്റിനെ കൊലപാതകമാണെന്ന് തോന്നാത്ത രീതിയിൽ കൊലപ്പെടുത്തി. പുതിയ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്തു. അയാളുടെ സത്യപ്രതിജ്ഞയുടെ അന്ന് ഈ ഹമാസിൻ്റെ പരമോന്നത നേതാവിനെയും കൊലപ്പെടുത്തി. ഇനി ഇറാൻ എന്തെങ്കിലും ചെയ്യും എന്ന പ്രതീക്ഷയാണ് ഈ പാവം മൗദൂദികൾക്കുള്ളത്. മൗദൂദികളാകെ ദുഃഖിതരാണ്. അവർ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ കോഴിക്കോട്ട് ഹിറ സെൻറ്ററിൻ്റെ മുകളിലുള്ള പതാക പകുതി താത്തിക്കെട്ടിയിരിക്കുകയാണ് ഈ ഹാനികയുടെ മരണത്തിലുള്ള ദുഃഖം കൊണ്ട്. അതിനു പുറമെ വെള്ളിമാട് കുന്നിലുള്ള മാധ്യമത്തിൻ്റെ ആഫീസിലും വലിയ ദുഃഖാചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചില പ്രവർത്തകർ അവരുടെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും സോൾഡാറ്റ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ ഒരു പ്രകടനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ കാണുകയുണ്ടായി. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഇവിടെ ഒന്ന് കാണിക്കാം. ഈ ക്ലിപ്പ് കണ്ടല്ലോ,
ഇത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകരാണ്, എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളാണ്. പിന്നെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകരാണ്. ഈ വിദ്യാർത്ഥികളും അതുപോലെ യുവാക്കളുമായിട്ട് തെരുവിലിറങ്ങി ഈ മഴയത്ത് കുട പിടിച്ചും ഓവർകോട്ടിട്ടുമൊക്കെ സമരം ചെയ്യുന്ന ധീര സഖാക്കൾ, അവർ മിക്കവരും തന്നെ താടിയും തലയും നരച്ചവരും അല്ലെങ്കിൽ കഷണ്ടിക്കാരുമാണ്. 45 വയസ്സിൽ കുറയാത്ത ആളുകൾ ഈ വമ്പിച്ച പ്രകടനത്തിൽ എത്ര പേരുണ്ട് എന്ന് നിങ്ങൾ തന്നെ അത് കണ്ട് ബോധ്യപ്പെടുക. ഏതായാലും ഇത്തരം പേരെ വെച്ചൊരു വലിയ പ്രകടനം നടത്തി ഇസ്രായേലിനെ ഞെട്ടിക്കാൻ ഇവർക്ക് സാധിച്ചു. ഇന്നലെ രാത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറങ്ങിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ഇത്ര വലിയ ശക്തി പ്രകടനം കണ്ടാൽ ഹമാസിനെ പേടിക്കാത്ത നെതന്യാഹു പേടിച്ച് വിറച്ച് പനി പിടിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇപ്പോഴും വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അടുപ്പൂട്ടി ചർച്ചക്കാർ പറയുന്നത്, ഇറാൻ ഉടനെ തിരിച്ചടിക്കും. ഇറാൻ്റെ അടി താങ്ങാനുള്ള ശക്തി ഇസ്രായേലിനില്ല, ഇസ്രായേലിൻ്റെ ആപ്പീസ് പൂട്ടും. നമ്മുടെ ഈ ന്യൂ ജനറേഷൻ ഭാഷ പറഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കണ്ടം വഴി കൂടും എന്നാണ്. ഇറാനിൽ നിന്ന് എത്ര ദൂരെ, ടെഹ്റാനിൽ നിന്ന് എത്ര ദൂരെയാണ് ടെല്ലവീവ് എന്നിവർക്ക് അറിയാമോയെന്ന് എനിക്കറിയില്ല. അവിടെ പോയി യുദ്ധം ചെയ്യാനുള്ള അതിർത്തിയില്ല രണ്ട് രാജ്യങ്ങൾക്ക് തമ്മിൽ. ഇറാൻ കഴിഞ്ഞാൽ പിന്നെ ഇറാഖ്, ഇറാഖ് കഴിഞ്ഞാൽ ജോർഡാൻ, ജോർഡാൻ്റെ അപ്പുറത്താണ് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം കിടക്കുന്നത്. അല്ലെങ്കിൽ അവരെ നേരിടാൻ അതിന് മാത്രമേ ശക്തിയുള്ള മറ്റ് സംവിധാനങ്ങൾ കാണും, അതുമില്ല. ഇനി അഥവാ നാവിക സൈന്യത്തെ അയക്കണമെന്ന് വെച്ചാൽ ഇറാനിൽ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ചെങ്കടൽ വഴി, ഏടൻ കടന്ന് ചെങ്കടൽ വഴി വേണം ഇസ്രായേലിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട്. അല്ലെങ്കിൽ മധ്യധരൻ്റെ അഴി കൂടി വട്ടം തിരിഞ്ഞ് പോകണം. അതിനൊന്നുള്ള സംവിധാനം അത്ര ശക്തമായ നാവിക സേനയൊന്നും ഇറാനില്ല. പിന്നെ വന്നിട്ട് പോയിട്ട് ചെയ്യാവുന്ന ഇവിടെ നിന്ന് വിമാനത്തിൽ പറന്ന് അവിടെ പോയി ബോംബിടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളുടെയൊക്കെ വ്യോമാതിർത്തിയിൽ ലംഘിക്കേണ്ടി വരും. ഈ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഇറാനുമായിട്ട് വഴക്കാണ്. ഇറാനെ സ്നേഹിക്കുന്ന ഒരു രാജ്യമില്ല, ഒരു സംഘടന ഉണ്ടെങ്കിൽ അതിപ്പോൾ ജമാഅത്ത് ഇസ്ലാമി മാത്രമേ ഉള്ളൂ. ലോകത്ത് ബാക്കി എല്ലാവരാലും ഒറ്റപ്പെടുത്തപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ. അവരാണ് ഇനി യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പോകുന്നില്ലേ. ചുറ്റുപാടുള്ള അറബി രാജ്യങ്ങളൊക്കെ മൗനം പാലിക്കുകയാണ്. അവരുള്ളുകൊണ്ട് പുറമേക്ക് പാലസ്തീൻ അനുകൂലമാണെങ്കിലും ഉള്ളുകൊണ്ട് എതിരാണ്, ഇറാനോട് വളരെ എതിരാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഇറാൻ. അങ്ങനെയുള്ള ഇറാനാണ് ഇനി ഇസ്രായേലിനെ തോൽപ്പിച്ച് പാലസ്തീനെ വീണ്ടെടുത്ത് തളികയിൽ വെച്ച് ഹമാസിന് കൊടുക്കാൻ പോകുന്നത്. നടന്നത് തന്നെ എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഏതായാലും ഇറാൻ തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ്റെ ആക്രമണം അനിവാര്യമാണെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻകാർ ഈ പ്രതികാരത്തിൻ്റെ പ്രതീകമായ ചുവന്ന കൊടി ഉയർത്തി എന്നാണ് കണ്ടത്. അപ്പോൾ ചുവന്ന കൊടി ഉയർത്തിയ സ്ഥിതിക്ക് ഗൂർഖകൾ അവരുടെ കുക്കറി ഉറയിൽ നിന്ന് ഊരുന്ന പോലെയാണ്. അത് ഊരി കഴിഞ്ഞാൽ പിന്നെ ചോര കാണാതെ തിരിച്ച് ഉറയിലിടാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ ഇറാൻ ഏതായാലും ചുവന്ന കൊടി ഉയർത്തിയിട്ടുണ്ട്. ഇനി ചുവന്ന കൊടി താഴ്ത്തണമെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ പറ്റുള്ളൂ. മീഡിയ വൺ ചാനലിനെ ഓർത്തിട്ടെങ്കിലും, ദാവൂ സാഹിബിനെ ഓർത്തിട്ടെങ്കിലും, ഡി കമ്പനിയെ ഓർത്തിട്ടെങ്കിലും, അടുപ്പൂട്ടി ചർച്ച ഓർത്തിട്ടെങ്കിലും ഇറാൻ എന്തെങ്കിലും ചെയ്യണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ചിലപ്പോൾ ഈ യുദ്ധത്തോട് ഇറാൻ്റെ പണി തീരാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ കാര്യം, ഈ സംഘടനയുടെ കാര്യം, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ കാര്യം, അതുപോലെ SIOയുടെ കാര്യമൊക്കെ കഷ്ടത്തിലാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട ഇറാൻ ഭരണകൂടമേ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഈ പാവങ്ങളെ രക്ഷിക്കണം. അല്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവും. സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.